കേരള ഗവൺമെൻറ്റും KSEBിയും കൂടി ഒരുമിച്ച് നടത്തുന്ന ഒന്നൊന്നൊരു തട്ടിപ്പുണ്ട്. ആ ഒരു തട്ടിപ്പിൻ്റെ കഥയാണിത്. ഈ കാണുന്നത് ഒരു 5 കിലോ വാട്ടിൻ്റെ സോളാർ പ്ലാന്റാണ്. അതായത് ഒരു 12 പാനൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു വീടിന് ആവശ്യമുള്ളതിൽ കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. എങ്ങനെ എത്ര AC കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു 2-3 AC ഉപയോഗിച്ചാൽ പോലും, ഫുൾ ടൈം ഉപയോഗിച്ചാൽ പോലും ഇതിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതി ആവശ്യത്തിൽ കൂടുതലാണ്. ഒരുപാട് എക്സ്പോർട്ട് ദിനം പ്രതി KSEBിയിലേക്ക് നടക്കുന്നുമുണ്ട്. അപ്പോൾ ലാഭമാണോ എന്ന് നിങ്ങൾ വിചാരിക്കും, എന്നാലല്ല. കാരണം ഇത് വച്ചേക്കുന്നത് അങ്ങ് നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലല്ല, അങ്ങ് ന്യൂഡൽഹിയിലോ ഗുജറാത്തിലോ അല്ലെ പിന്നെ എവിടെയാ ഈ അങ്ങ് മഹാരാഷ്ട്രയിലോ ഒന്നുമല്ല, ലോകത്തിലെവിടെയോ അല്ല, കേരളത്തിലായിപ്പോയി. അതാണ് പറ്റിയ കാരണം. കേരളത്തിൽ നമ്മൾ ആരും അറിയാതിരുന്നൊരു പ്രത്യേക സംഭവമുണ്ട്. സൂര്യകിരണങ്ങൾക്കും ടാക്സ് ഉണ്ട്. അതായത് സൺലൈറ്റ് ടാക്സ് എന്ന് പറയാം, വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. കാരണം ഇതാണ് പുതിയ ഞങ്ങൾക്ക് വന്നൊരു ബില്ലാണ് ഈ കാണുന്നത്. നോക്കിയോ, ഫിക്സഡ് ചാർജ് 260, മീറ്റർ റെൻറ്റ് 35, അതെല്ലാം ഓക്കെ, സഹിച്ച്. ജനറേഷൻ ഡ്യൂട്ടി 108 രൂപ. അപ്പോൾ പേയബിൾ ബില്ല് 404 രൂപ. എങ്ങനെയുണ്ട്? അതായത് ഇത്രയും പൈസയും മുടക്കി 2 ലക്ഷം രൂപയുടെ മണ്ടൽ മുടക്കി വെച്ചേക്കുന്ന സോളാർ പാനലും വയ്ക്കുന്ന ഒരു വീട്ടുടമസ്ഥന് വരുന്ന ബില്ലാണ് 404 രൂപ. ഇതെങ്ങനെ ആലോചിച്ചിട്ടും ഐഡിയ കിട്ടുന്നില്ല. അപ്പോഴാണ് വിളിച്ചന്വേഷിച്ചപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ പുതിയ തട്ടിപ്പ് രീതിയിലുള്ള ബില്ലിങ് വന്നേക്കുന്നത് അറിയാൻ സാധിച്ചത്. അതായത് ഇപ്പോൾ ഞാൻ ഫുൾ കഥ കാണിക്കാം. 2023 വെച്ച പ്ലാന്റാണ് ആദ്യമേ. അന്ന് തൊട്ട് വന്ന ബില്ലുകൾ 150 രൂപ റേഞ്ച്, 150, 193, 191, 150, 218, 163 ഒക്കെയാണ്. ഇടയ്ക്ക് 419 2 മാസത്തെ ബില്ലിൻ്റെയാണ്. പിന്നെ അത് കഴിഞ്ഞ് 278 പയ്യെ കൂടാൻ തുടങ്ങി. അതിനുശേഷം ആണ് ഇപ്പോൾ പുതിയ വന്നേക്കുന്ന സമ്മാനം 404 രൂപ ബില്ല്. ഒരു ബന്ധമില്ലാത്ത റേറ്റ്. നോക്കിയപ്പോഴാണ് യൂസേജ് ചാർജിലാണ് കയറി വന്നേക്കുന്നത്. അതായത് അവർ നോക്കി, എങ്ങനെ നോക്കിയിട്ടും ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവന്മാർക്ക് പൈസ മേടിക്കാൻ വേറെ വഴിയൊന്നും കാണുന്നില്ല ഗവൺമെൻറ്റിന്. അപ്പോൾ ഏതോ ഒരുത്തൻ ഉടായ്പിൻ്റെ PhD എടുത്തേക്കുന്ന ഏതോ ഒരുത്തൻ ആലോചിച്ചു എങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോഴാണ് സൂര്യകിരണങ്ങൾക്ക് ടാക്സ് ഏർപ്പെടുത്തിയാലോ. ഞങ്ങൾ കേരളത്തിന് മുണ്ടിൽ പതിക്കുന്ന സൂര്യകിരണങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കിരണങ്ങൾക്കും അവർ പൈസ മേടിച്ചേക്കാം. 726 യൂണിറ്റ് ഉണ്ടാക്കി അതിന് 15 പൈസ വീതം 108 രൂപ. എങ്ങനെയുണ്ട്? അതായത് ഗവൺമെൻറ്റിന് 108 രൂപ. ഇതിന് സൂര്യകിരണ ടാക്സ് എന്നല്ലാണ്ട് വേറെ ഒരു രീതിയിലും വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ അല്ലാണ്ട് എങ്ങനെയാണ് ഗവൺമെൻറ്റിനും 5 പൈസ ചിലവില്ല, കസ്റ്റമറിന് മാത്രം ചിലവുള്ള ഒരു പരിപാടിയിൽ ഗവൺമെൻറ്റിന് ഉപകാരപ്രദമാണ്. അതായത് ഗവൺമെൻറ്റിന് വേറെ ഇലക്ട്രിസിറ്റി മേടിക്കണം വരുന്നില്ല. എന്നിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്നും 2 രൂപ 69 പൈസയ്ക്ക് മേടിച്ച വൈദ്യുതി പുറത്ത് കൊടുക്കുന്ന 8 രൂപ അല്ലെങ്കിൽ 12 രൂപയ്ക്ക് വിൽക്കാനും പറ്റും. അങ്ങനെയുള്ളൊരു സ്ഥാനത്ത് ഇത്രയും വലിയൊരു ഉടായ്പ് കാണിക്കേണ്ട, അല്ലെങ്കിൽ ഒരു പറ്റീര് കാണിക്കേണ്ട ഒരു അവസ്ഥ, അത് കസ്റ്റമറിനെ അല്ലെങ്കിൽ ഒരു പൊതുജനത്തിനെ ഇങ്ങനെ പറ്റിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഇതിന് സോളാർ ടാക്സ് എന്നോ അല്ലെ സൂര്യകിരണ ടാക്സ് എന്നോ വല്ലതും വിളിക്കാം, അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഈ വീട് ചെയ്യാനുള്ളൊരു കാരണം, ഇനി ആരെങ്കിലും ഓൺ ഗ്രിഡ് വയ്ക്കാൻ നിങ്ങൾ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് മനസ്സിൽ വിചാരിക്കുക. പറ്റുമെങ്കിൽ ഓഫ് ഗ്രിഡ് മാത്രം സെലക്ട് ചെയ്യുക. ഗവൺമെൻറ്റുമായിട്ട് ഒരു ടൈപ്പും ഇല്ലാത്ത, ഗവൺമെൻറ് നമ്മൾ എത്ര സൂര്യകിരണം ഉപയോഗിച്ചു, ഭയങ്കര വെയിൽ കൊള്ളുന്നുണ്ടോ, വെയിൽ കൊള്ളുന്നില്ലയോ, ഇതൊന്നും ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ട ആവശ്യമില്ല ഓഫ് ഗ്രിഡ് ആണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം വെയിൽ കൊണ്ടു, സോളാർ പാനൽ എത്ര ഉപയോഗിക്കുന്നു, ഇതൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഒരു ബില്ല് തരും. അതുകൊണ്ട് ഒന്നെങ്കിൽ ഓഫ് ഗ്രിഡ് ആക്കുക, അല്ലെങ്കിൽ കോടതി വിധി വല്ലതും വരണം, അല്ലെങ്കിൽ നിയമം ഇറങ്ങണം. കോടതിക്കോ ഗവൺമെൻറ്റിനോ KSEBിക്കോ ഇനി നമ്മളെ പറ്റിക്കാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പിഴിയുന്ന ഒരു നിയമവും വരില്ല എന്നുവല്ലോ ഇറക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ബില്ല് കയറിക്കൊണ്ടിരിക്കും. ഇപ്പം നിങ്ങളും കണ്ടല്ലോ, 150 രൂപ റേഞ്ചിൽ നിന്നിരുന്ന ബില്ല് ഇപ്പോൾ 404 എത്തി. ഈ 260 രൂപ ഫിക്സഡ് ചാർജൊക്കെ വന്നത് പിന്നെയും സഹിക്കാം. പക്ഷേ ഇത് 108 രൂപ ജനറേഷൻ ഡ്യൂട്ടി ഏത് വകുപ്പിൽ കയറ്റണമെന്നാണ് ആലോചിക്കുന്നത്. കൂടുതലുണ്ടാക്കിയാലും പ്രശ്നം. നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് പറ.